എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. അതേപോലത്തെ എല്ല് നോക്കിയിട്ട് നമുക്ക് വാങ്ങിയിട്ട് കപ്പയും എല്ലും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഓരോരോ എല്ലുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചതാണ്. ഇനി ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എല്ല് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കപ്പയാണിത്. 1.5 കിലോ കപ്പയുണ്ട്. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പ്, ആവശ്യത്തിനായ വെള്ളം. കപ്പയുടെ മുകളിൽ നിൽക്കണം അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം. കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്, ഉടയാൻ തുടങ്ങി. ഇനി അത് നമുക്ക് വെള്ളം ഊറ്റി കളയണം. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുക. സവാളൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലും വേപ്പിലും. സവാളൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാല, ഏലക്കയും പട്ടയും പൂവൊക്കെ കൂടി പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചു. നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പ് വെള്ളമാണിത്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കപ്പയിൽ എല്ലിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ മതി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച എല്ല് ഇട്ട് കൊടുക്കാം. ഈ എല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലും ഗ്രേവിയും കൂടി ഒന്ന് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലും ഗ്രേവിയൊക്കെ കൂടി നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കപ്പ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലും കപ്പയൊക്കെ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.